GCD ന്യൂസ് എല്ലാ മേഖലയിലേക്കും കടന്നു ചെല്ലുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നലെ തിരുവിഴ ക്ഷേത്രത്തിൻ്റെ തൊട്ടുപുറകിലുള്ള ശിവശക്തി എന്ന ക്ലബിൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും അതിൽ ഡ്രഗ്സുമായിട്ടോ അല്ലെങ്കിൽ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നെ ഓട്ടംതുള്ളൽ കലാരൂപത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പരിപാടി ഉണ്ടാക്കി. അതിൽ അദ്ദേഹത്തെ ആദരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ആലപ്പുഴ GCD ജില്ലാ ചെയർമാനായിട്ടുള്ള ശ്രീ രാമേന്ദ്രൻ സാറും ഞാനും അവിടെ എത്തിയത്. അദ്ദേഹത്തിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് വിശാഖപുരം ക്ഷേത്രത്തിൽ ഒരു ഓട്ടംതുള്ളൽ കലാരൂപം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ ചിന്തയും ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കുകയും ചെയ്യും. എന്തായാലും അദ്ദേഹത്തിനെ ഞങ്ങൾക്കൊന്ന് ആദരിക്കണമെന്ന് തോന്നി. GCDയുടെ പേരിൽ ഞങ്ങൾ പോയി ആ ചടങ്ങിൽ വെച്ചിട്ട് അദ്ദേഹത്തെ ആദരിക്കുകയും അതുപോലെ തന്നെ ഈ ബോധവൽക്കരണ ക്ലാസ്സുമായിട്ട് അർത്ഥങ്ങൾ പോലീസ് ഓഫീസറായിട്ടുള്ള സാറും അതുപോലെ തന്നെ മറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ആ ക്ലബിൻ്റെ തന്നെ നിരവധി പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന ഇതുപോലുള്ള ചില പ്രവർത്തനം അത് വളരെ നല്ല കാര്യമാണ്. കാരണം കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് ദിവസവും വാർത്തയിലൂടെ കാണാൻ സാധിക്കുന്നതാണ് കുട്ടികളുടെ വഴിപെട്ടുള്ള ചില രീതികളെല്ലാം. അതിന് ഇതുപോലെ കലാരൂപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഓരോരുത്തരും എക്സൈസ് ആയിക്കോട്ടെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, ക്ലബ്ബ് ഭാരവാഹികളായിക്കോട്ടെ, ഇങ്ങനെ ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഇങ്ങനെ ഇതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ നല്ല കാര്യമാണ് എന്ന് ഞങ്ങൾക്കും തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് GCD ന്യൂസ് ഞങ്ങളത് ഫുള്ള് കവറേജ് ചെയ്ത്. എന്തായാലും ഈ പങ്കെടുത്ത നമ്മുടെ ജയരാജൻ സാറിനും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്കും അതിൻ്റെ ക്ലബിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും തന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുകയാണ് GCDയുടെ പേരിൽ. താങ്ക് യു. GCD ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലപ്പുഴ റിപ്പോർട്ടറാണ്. ഞങ്ങളുടെ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ ന്യൂസ് ചാനലാണ്. ഇന്ന് സാറുമായിട്ട് ഞങ്ങൾക്ക് കാണാൻ അവസരം കിട്ടി. സാറിന്റെ പേരെങ്ങനെയാണ്? എന്റെ പേര് ജയരാജ് എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറാണ്. എന്റെ സ്വദേശം ആലപ്പുഴ കഞ്ഞിക്കുഴി 13-ാം വാർഡിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ സാർ ഈ കലയായിട്ട് നല്ല നേരത്തെ പരിശീലനം ഉണ്ടോ? ഞാൻ ശരിയൊരു ഓട്ടംതുള്ളൽ കലാകാരനല്ല. ഞാനത് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുമില്ല. ഒരു 11 ദിവസം വയലാർ സന്തോഷം എന്ന് പറയുന്ന ഒരു മാഷിന്റെ ഒക്കെ പോയി 11 ദിവസം ചുവടുകളൊക്കെ പഠിച്ചു. അദ്ദേഹവും വയലാർ മധു, മരുത്തുറവട്ടം കണ്ണൻ എല്ലാം കൂടെ ചേർന്ന് ഒരു ചിട്ടപ്പെടുത്തി എന്നെ ഈ പരുവത്തിലാക്കി എടുത്തതാണ്. ശരിക്കും തന്നെ ഇതിന്റെ ഒരു അടിസ്ഥാനമില്ല എനിക്ക് ശരിക്കും ഓട്ടംതുള്ളലിന്റെ. ഇതിൽ കൂടി സാറെ ഉദ്ദേശിക്കുന്ന ഈ ബോധവൽക്കരണത്തിൽ ഉദ്ദേശിക്കുന്ന എന്താണ്? നമ്മള് ബോധവൽക്കരണ ക്ലാസ്സുകൾ ഒരുപാട് നടക്കുന്നുണ്ട്, നാടകങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എന്റെ ഒരു സുഹൃത്തായ രമേശൻ സാറ് ഇങ്ങനെ ഒരിക്കൽ ചോദിച്ചപ്പോഴാണ് നമ്മൾ ഓട്ടംതുള്ളൽ പ്രിഫർ ചെയ്തത്. ഓട്ടംതുള്ളലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നർമ്മരസ പ്രധാനമാണ്. സമൂഹത്തിലെ എന്ത് വിഷയത്തെയും നമുക്ക് വിമർശിക്കാൻ കഴിയും. സമൂഹത്തിലെ പ്രശ്നങ്ങളെ നമുക്ക് ജനങ്ങളിലേക്ക് വളരെ ലളിതമായ ഭാഷയിൽ എത്തിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ഓട്ടംതുള്ളൽ തിരഞ്ഞെടുത്തത്. പിന്നെ അത് മാത്രമല്ല, ഈ വേഷഭംഗി കൊണ്ട് പുതിയ തലമുറ ശരിക്കും പലരും, ഞാൻ ഇത്രയും എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത്, ഒരു 90% കുട്ടികൾ ഓട്ടംതുള്ളലൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അവർക്ക് ഈ വേഷഭംഗിയും ഇതിന്റെ ചില ചേഷ്ടകളൊക്കെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വളരെ ലളിതമായ ഭാഷയിൽ നമ്മുടെ സമൂഹത്തിലേക്ക് ലഹരിക്കെതിരായ സന്ദേശം എത്തിക്കാനുള്ള ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ശരിക്കും പറഞ്ഞത്. ശരിയല്ല. GCD ന്യൂസ് ചാനലിനെ കുറിച്ച് സാറിന് എന്താണ് അറിയാം? GCD ന്യൂസ് ചാനൽ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ശരിക്കും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു നല്ല ചാനലാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി നടത്തുന്ന ഈ എളിയ കലാകാരനെയും ഈ ചാനലിലൂടെ പരിചയപ്പെടുത്താൻ നിങ്ങൾ മുന്നോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. GCD ചാനലിന് എല്ലാവിധ ആശംസകളും. സാറിന്റെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉടനീളം ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും. എല്ലാ നന്മകളും സക്സസ് ഉണ്ടായിരുന്നു. താങ്ക് യു. വളരെ സന്തോഷം. ഒരു കാര്യം കൂടി, നമുക്ക് ഈ ഓട്ടങ്ങളുള്ള കല എന്ന് പറയുമ്പോൾ ഈ വേഷവിധാനങ്ങളും ഇതിനെല്ലാം ചെലവുകൾ വരുന്നുണ്ട്. ഇതിന് ഒരു ചിലപ്പോ ഒരു ആളിനെ കൂടെ കൊണ്ടുവരേണ്ടി വരും, ഇനിയുള്ള സഹായത്തിനുള്ള ആള്. അപ്പൊ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം പണം ചെലവുണ്ട്. ഇതൊക്കെ സാർ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല ചെലവുള്ള ഒരു സംഭവമാണ് ഓട്ടംതുള്ളൽ. കാരണം നമ്മുടെ ഈ വേഷം, അതിന്റെ മേക്കപ്പ്, കച്ചൊരുക്കല് എല്ലാം നല്ല ചെലവുള്ള. അതോടൊപ്പം നമുക്ക് വാഹനം, കാറിൽ ഇത് പോകാൻ പറ്റും. നമ്മുടെ ഈ വേഷം എല്ലാം ആയിട്ട് പോകണമെങ്കിൽ നമ്മളിപ്പോ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വേഷത്തിൽ പോകണമെങ്കിൽ അത് വാഹനത്തിൽ പോകാനൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും പരിപാടി ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്.
എനിക്ക് സൗജന്യമായിട്ടൊരു സേവനമായിട്ട് ചെയ്യണം. ഇത് എറണാകുളം ജില്ലയിലെ വിമുക്തി മിഷന്റെ പ്രോഗ്രാമാണ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഗ്രാമാണ്. അപ്പൊ ഇത് പരിപാടി സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മള് സമീപിക്കുന്ന ആൾക്കാര് വാഹനം നമുക്ക് ലഭ്യമാക്കി തരികയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. കാരണം എന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മുടക്കിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു വാഹന സൗകര്യം മാത്രം തന്നാൽ മതി. നമ്മള് പരിപാടി എവിടെ വേണമെങ്കിലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും വന്ന് ചെയ്തു തരും. കുട്ടികളെ നമ്മൾ പൊതുപരിപാടികളിലൊക്കെ കൊണ്ടുവരണം. എന്നാലും അവരത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ ഈ വിപത്തിനെതിരെ പോരാടുകയും. പണ്ട് ഒരാൾ പറഞ്ഞ വാചകം ഞാനിങ്ങനെ ആലോചിച്ചു പോവുകയാണ്. ഒരാൾ 20 വയസ്സ് വരെ കുറെ കാര്യങ്ങളെല്ലാം പഠിച്ച ലോകത്തെ പറ്റി. 20 വയസ്സായപ്പോൾ അയാൾ പറഞ്ഞ ലോകത്തെ നന്നാക്കാം എന്ന് പറഞ്ഞിറങ്ങി. അയാളൊരു 10 വർഷം ലോകത്തെ നന്നാക്കാൻ നടന്നു, മടുത്തു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി നമ്മുടെ രാജ്യം നന്നാക്കാം. അപ്പൊ ഒരു 10 വർഷം കൂടി പോയി, നടന്നില്ല. 40 വയസ്സായി. അന്നേ നമ്മുടെ സംസ്ഥാനമെങ്കിലും നന്നാക്കിയേക്കാം. വീണ്ടും 10 വർഷം പോയി, 50 വയസ്സായി. ഇനി ജില്ല നോക്കാന്നായി, കുറച്ചുകൂടി ചുരുങ്ങിയ ഏരിയയാണ്. അപ്പൊ 60 വയസ്സായി, അത് നടന്നില്ല. അന്നേപ്പിന്നെ നമ്മുടെ പ്രദേശം ഒന്ന് നന്നാക്കാൻ നേരുന്നു. അധ്യക്ഷൻ ബഹുമാന്യ വാർഡ് മെമ്പർ സുജിത് കോനാട്ട്, അതേപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിനിമോൾ സാംസൺ, ഒരു നല്ലൊരു ബോധവൽക്കരണ ക്ലാസ് തന്നെ, എന്റെ ക്ലാസ്സിനേക്കാൾ നല്ല രീതിയിലൊരു ബോധവൽക്കരണം നടത്തിയാണ് അർത്തുങ്കൽ SHO PG മധുസാർ. അതേപോലെ തന്നെ ഓട്ടംതുള്ളൽ പ്രോഗ്രാമിന് തയ്യാറാകുന്ന നമ്മുടെ ബഹുമാന്യ ജയരാജ് സാർ, അതേപോലെ YSSന്റെ പ്രസിഡന്റ് ഷുഗുജി കണിച്ചുകാട്ട്, സെക്രട്ടറി ശ്രീ ശങ്കർലാൽ, നല്ലവരായ നാട്ടുകാരെ, പ്രിയ വിദ്യാർത്ഥികളെ, ആദ്യമായി ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ച ഈ ശിവശക്തി YSSനെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം പല മേഖലയിലും ബോധവൽക്കരണ ക്ലാസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വേറെ പ്രോഗ്രാമിന്റെ കൂട്ടത്തിൽ ഇതിനു വേണ്ടി ഒരു പ്രോഗ്രാം നടത്തിയാൽ ഈ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഈ കുടുംബശ്രീക്കാരോ അതേപോലെ തൊഴിലുറപ്പുകാരോ മാത്രമേ കാണുന്നു. വളരെയധികം ചെറുപ്പക്കാരും നാട്ടുകാരും ഒക്കെ ചേർന്ന ഒരു സദസ്സിനെ ഒരുക്കിയത് വളരെ അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനമാണ്. ഇപ്പൊ 22 വർഷമായിട്ട് ഇവർ തുടരുന്ന ഈ ജനഹൃദയത്തിലേക്ക് ഇവർക്ക് ആഴ്ന്നിറങ്ങാൻ കഴിഞ്ഞതിന്റെ ഒരു പ്രവർത്തനമാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. അത് അടുത്ത തലമുറ ഏറ്റുവാങ്ങുന്നതിനായിട്ട് യുവാക്കളായിട്ടുള്ള അവരുടെ മക്കൾ തന്നെ മുൻനിരയിൽ വന്നിരിക്കുന്നത് ഇവിടുത്തെ ശിവശക്തിയുടെ ദീപം തുടർന്നും ഇവിടെ തെളിയിക്കാൻ പിൻതലമുറക്കാരായിട്ട് ആൾക്കാരുണ്ടെന്നതിന്റെ സൂചനകൾ തന്നെയാണ്. ഈ നാട് ഒരിക്കലും പിന്നോട്ട് പോകില്ല, മുന്നോട്ട് തന്നെ പോകാനുള്ള കരുത്ത്, ഊർജവും ഈ വേദിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ലഹരിയെക്കുറിച്ച് നല്ല രീതിയിൽ നമ്മളെ കുടുംബാംഗങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് സമൂഹത്തിലെ പ്രശ്നങ്ങൾ എന്നൊക്കെ സാർ ഒരു നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനോടുകൂടി ചിലതൊക്കെ കൂട്ടിച്ചേർത്ത് പറയുക. അതോടൊപ്പം തന്നെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഓട്ടംതുള്ളൽ, അതിനു വേണ്ടിയിട്ട് ഞാൻ വേദി ഒഴിയാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഇപ്പൊ ലഹരിയുടെ ഉപയോഗത്തെ കുറിച്ച് പത്രമാധ്യമങ്ങളിലും ചുറ്റിക്കൊണ്ടടിക്കുന്നതും പിച്ചാത്തി കൊണ്ട് കുത്തുന്നതും അമ്മയെ തല്ലുന്നതും അച്ഛനെ തല്ലുന്നതും ഒക്കെയുള്ള 100 കണക്കിന് കഥകൾ നിങ്ങൾക്കറിയാം. അത് പറഞ്ഞ് നമ്മള് അതിലേക്കൊന്നും പോകുന്നില്ല. വാർദ്ധക്യത്തിലുള്ള ആൾക്കാരും മധ്യവയസ്കരും യുവാക്കളും കുട്ടികളിലേക്കും, അതായത് ആബാലവൃദ്ധം ജനങ്ങളിലേക്ക് നമ്മുടെ ലഹരി വ്യാപനം വന്നു കയറിയിരിക്കുക. മുമ്പ് വാർദ്ധക്യത്തിലുള്ളവരോ മധ്യവയസ്കരോ ഒക്കെ ആയിരുന്നു പഴയകാലത്ത് ലഹരി ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് യുവാക്കളിലേക്കും കുട്ടികളിലേക്കും 4, 8, 6, 7 വയസ്സുള്ള കുട്ടികളിലേക്ക് വരെ ഇന്ന് കാണുന്ന ആധുനിക ലഹരി വസ്തുക്കൾ കടന്നുകൂടുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ട്. നഗരങ്ങളിലായിരുന്നു, ഇത് ഗ്രാമങ്ങളിൽ പോയി ഇത് വളരെ വ്യാപകമായി ലഭിക്കുന്നതാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നെൽച്ചെടികളെ രോഗം ബാധിച്ചാൽ അത് മുഴുവനായിട്ട് ഇനിയും ബാധിക്കും. ആ പാടശേഖരം മുഴുവൻ ആ നെൽച്ചെടിയെ മുഴുവൻ ബാധിക്കും. എന്നതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ എവിടെയെങ്കിലും മുഴുവൻ ബാധിക്കും. അതിന് കാരണമുണ്ട്. നെൽച്ചെടിയിലേക്ക് ഇന്ന് നടന്ന ആദ്യത്തിലുള്ള കീടങ്ങളൊക്കെ വരുന്നതിന് കാരണം
പഴയകാലത്തുള്ള കൃഷികൾ നമ്മുടെ വിരിപ്പ് കൊണ്ടകർ എന്ന് പറയുന്ന കൃഷി 6 മാസം 8 മാസം കൊണ്ട് കൃഷി എടുക്കുന്നതാണ്. പക്ഷെ അത് മാറ്റി 2 മാസം 3 മാസം കൊണ്ട് വിളയെടുക്കുന്ന തരത്തിലേക്ക് നമ്മൾ അതിനെ രൂപപ്പെടുത്തി. എപ്പോൾ അതിലേക്ക് ആ വിത്തുകൾക്ക് പ്രതിരോധ ശേഷി കുറഞ്ഞത് കൊണ്ടാണ് ആ വിത്തുകൾക്ക് എന്ത് വന്നത്. കുട്ടികളെ നമ്മുടെ ചുറ്റുപാടുകളെ എങ്ങനെ കൊണ്ടുപോകാവുന്നത് വളരെ ലളിതമായി തന്നെയാണ് സാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാം GCDA ന്യൂസ് എന്നൊരു ചാനൽ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജയകുമാർ ചേട്ടൻ, രാമേന്ദ്രൻ ചേട്ടൻ ആലപ്പുഴയിൽ നിന്ന് മുഴുവൻ പരിപാടികളും കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം കുറച്ചുകൂടെ നമുക്ക് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഓട്ടംതുള്ളൽ കലാകാരൻ നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥൻ ജയരാജ് സാർ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ GCDA ന്യൂസിന്റെ ജയകുമാർ ചേട്ടനും രാമേന്ദ്ര ചേട്ടനെയും ക്ഷണിക്കുകയാണ്. അത് മുഖത്തിൽ ഇടാൻ പാടായിരിക്കും. നേരെ സാർ നേരെ കൊടുത്ത് സാർ കൊടുത്ത് സാറേ ഉണ്ടോ പറയട്ടെ. എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ശിവശക്തി YSS തിരുവിഴ ചേർത്തലത്തേക്ക് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ലഹരി ബോധവൽക്കരണ ക്യാമ്പയിനിൽ GCD ന്യൂസ് ചാനലും പങ്കുചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വരാനുണ്ടായ പ്രചോദനം നമ്മുടെ ജയരാജ് സാറ് ഇതുപോലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് ഇവിടെ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ലഹരി വിമുക്ത പ്രവർത്തനങ്ങളുമായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെ ഏത് രീതിയിലും അത് കാണണമെന്നും അദ്ദേഹത്തെ ഞങ്ങളുടെ ന്യൂസ് ചാനലിന്റെ പേരിൽ ആദരിക്കണമെന്നും അതിയായ മോഹമുണ്ടായി. അതിന്റെ ഒരു വെളിച്ചത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. അദ്ദേഹത്തെ ആദരിക്കാൻ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. ഈ ക്ലബിന് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നടത്തി ബോധവൽക്കരണ പരിപാടികൾ ഇന്ന് ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള ഒരു ചുമതല ഏറ്റുകൊണ്ട് ഇങ്ങനെ നടത്തുന്ന ഈ ബോധവൽക്കരണ പരിപാടി ഇനി മേലിലും അവസരങ്ങൾ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ഈ ദേശത്തെ നാട്ടിലുള്ള കുട്ടികളെയും എല്ലാം ബോധവൽക്കരണത്തിൽ കൂടി ഉദ്ധരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. നമ്മുടെ അടുത്തായി നമ്മുടെ ജയരാജ് സാറിന്റെ ഓട്ടംതുള്ളലാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളു. കുകവലി മനുജന ശീഘ്രം തന്നുടെ കുകവലി മനുജന ശീഘ്രം തന്നുടെ അന്തിമമുകയിൽ അണിചേർക്കുന്നു. കുകവലി മനുജന ശീഘ്രം തന്നുടെ അന്തിമമുകയിൽ അണിചേർക്കുന്നു. കരളുപഴുത്തും ലൈസുകരിഞ്ഞും കരളുപഴുത്തും ലൈസുകരിഞ്ഞും പുഴുവതരിച്ചും നരകിക്കുന്നു. കരളുപഴുത്തും ലൈസുകരിഞ്ഞും പുഴുവതരിച്ചും നരകിക്കുന്നു. പുഴുവതരിച്ചും നരകിക്കുന്നു. മയക്കുമരുന്നിൻ സൂചികൾ നാട്ടിൽ മയക്കുമരുന്നിൻ സൂചികൾ നാട്ടിൽ പകർത്തും മാധ്യമമത്രേ. മയക്കുമരുന്നിൻ സൂചികൾ നാട്ടിൽ പകർത്തും മാധ്യമമത്രേ. അർബുദമെന്ന മഹാരോഗത്തിൽ അർബുദമെന്ന മഹാരോഗത്തിൽ അണിയറ ലഹരിയതാണെന്നോക്കണം. അർബുദമെന്ന മഹാരോഗത്തിൽ അണിയറ ലഹരിയതാണെന്നോക്കണം. അണിയറ ലഹരിയതാണെന്നോക്കണം. സമ്പത്തുകാലത്തു നന്നായി വലിച്ചവർ സമ്പത്തുകാലത്തു നന്നായി വലിച്ചവർ ആപത്തുകാലത്തു ഏങ്ങി വലിക്കും. സമ്പത്തുകാലത്തു നന്നായി വലിച്ചവർ ആപത്തുകാലത്തു ഏങ്ങി വലിക്കുന്നു. ആപത്തുകാലത്തു ഏങ്ങി വലിക്കുന്നു. ആപത്തുകാലത്തു ഏങ്ങി
കറങ്ങി വലിക്കുന്നു. അഞ്ചനടിച്ചു രസിച്ചു നടന്നവർ അഞ്ചനടിച്ചു രസിച്ചു നടന്നവർ മെന്നലടിച്ചു കറങ്ങി നടക്കണം. അഞ്ചനടിച്ചു രസിച്ചു നടന്നവർ മെന്തലടിച്ചു കറങ്ങി നടക്കും. മെന്തലടിച്ചു കറങ്ങി നടക്കും. മെന്തലടിച്ചു കറങ്ങി നടക്കണം. ഓർക്കുക കൂട്ടരെ ലഹരി വരുത്തും. ഓർക്കുക കൂട്ടരെ ലഹരി വരുത്തും. ദോഷഫലങ്ങൾ തള്ളരുതാരും. ഓർക്കുക കൂട്ടരെ ലഹരി വരുത്തും. ദോഷഫലങ്ങൾ തള്ളരുതാരും. അതിമോഹത്തിൽ മായിക വലയിൽ അതിമോഹത്തിൽ മായിക വലയിൽ മനമറിയാതെ കുടുങ്ങും ബാലകർ. അതിമോഹത്തിൽ മായിക വലയിൽ മനമറിയാതെ കുടുങ്ങും ബാലകർ. സൂപ്പർ ബൈക്കിൽ ചെത്തി നടക്കണം. സൂപ്പർ ബൈക്കിൽ ചെത്തി നടക്കണം. വീക്കൽ സ്റ്റൈലിൽ മുടിയുമൊരുക്കണം. സൂപ്പർ ബൈക്കിൽ ചെത്തി നടക്കണം. വീക്കൽ സ്റ്റൈലിൽ മുടിയുമൊരുക്കണം. ടച്ചിങ്ങുള്ളൊരു ഫോണത് വാങ്ങി. ടച്ചിങ്ങുള്ളൊരു ഫോണത് വാങ്ങി. കുത്തിരസിക്കണം. സെൽഫി എടുക്കണം. ടച്ചിങ്ങുള്ളൊരു ഫോണത് വാങ്ങി. കുത്തിരസിക്കണം. സെൽഫി എടുക്കണം. കുത്തിരസിക്കണം. സെൽഫി എടുക്കണം. കുത്തിരസിക്കണം. സെൽഫി എടുക്കണം. അവനുടെ മോഹം പൂവണിയിക്കാൻ. അവനുടെ മോഹം പൂവണിയിക്കാൻ. ഉടനണയുന്നു കഴുകൻ കണ്ണുകൾ. അവനുടെ മോഹം പൂവണിയിക്കാൻ. ഉടനണയുന്നു കഴുകൻ കണ്ണുകൾ. വാഗ്ദാനങ്ങൾ നൽകി മയക്കി. വാഗ്ദാനങ്ങൾ നൽകി മയക്കി. ലഹരി ചുഴിയിൽ വീഴ്ത്തുന്നവനെ. വാഗ്ദാനങ്ങൾ നൽകി മയക്കി. ലഹരി ചുഴിയിൽ വീഴ്ത്തുന്നവനെ. ലഹരിക്കായി ദുഷ്ടത ചെയ്യാൻ. ലഹരിക്കായി ദുഷ്ടത ചെയ്യാൻ. ലവലേശം മടി കാണില്ല. ലഹരിക്കായി ദുഷ്ടത ചെയ്യാൻ. ലവലേശം മടി കാണില്ല. കഞ്ചാവിന്നു പണം കണ്ടെത്താൻ. കഞ്ചാവിന്നു പണം കണ്ടെത്താൻ. വെച്ചു വളർത്തിയ സ്വന്തം അമ്മയെ. കഞ്ചാവിന്നു പണം കണ്ടെത്താൻ. വെച്ചു വളർത്തിയ സ്വന്തം അമ്മയെ. തലയിലടിച്ചു നിലത്തിട്ടവരുടെ. തലയിലടിച്ചു നിലത്തിട്ടവരുടെ. മാലക വന്നത് വാർത്തയതായി. തലയിലടിച്ചു നിലത്തിട്ടവരുടെ. മാലക വന്നത് വാർത്തയതായി. ലഹരിയിൽ സ്വന്തം സാധനെ ഒരുവൻ. ലഹരിയിൽ സ്വന്തം സാധനെ ഒരുവൻ. പലപല തുണ്ടമതാക്കി നുറുക്കി. ലഹരിയിൽ സ്വന്തം സാധനെ ഒരുവൻ. പലപല തുണ്ടമതാക്കി നുറുക്കി. പലപല തുണ്ടമതാക്കി നുറുക്കി. ചാക്കിൽ കെട്ടി തോട്ടിൽ തള്ളിയ. ചാക്കിൽ കെട്ടി തോട്ടിൽ തള്ളിയ. കഥയും നാട്ടിൽ പാട്ടാളിപ്പോൾ. ചാക്കിൽ കെട്ടി തോട്ടിൽ തള്ളി. കഥയും ഇപ്പോൾ നാട്ടിൽ പാട്ട്. കഥയും ഇപ്പോൾ നാട്ടിൽ പാട്ടായ. ലഹരിഭ്രാന്തിൻ ചുഴിയിലൊരച്ഛൻ. ലഹരിഭ്രാന്തിൻ ചുഴിയിലൊരച്ഛൻ. പോറ്റി വളർത്തിയ സ്വന്തം മകളുടെ. ലഹരിഭ്രാന്തിൻ ചുഴിയിലൊരച്ഛൻ. പോറ്റി വളർത്തിയ സ്വന്തം മകളുടെ. മാനം വിച്ച് ചീന്തിയ കഥയും. മാനം വിച്ച് ചീന്തിയ കഥയും. വേദനയോടെ കേട്ടവർ നമ്മൾ. മാനം വിച്ച് ചീന്തിയ കഥയും. വേദനയോടെ കേട്ടവർ നമ്മൾ. വേദനയോടെ കേട്ടവർ നമ്മൾ. അങ്ങു വടക്കു യമുനതൻ തീരത്ത്. അങ്ങു വടക്ക് യമുനതൻ തീരത്ത്. അന്തിതമെന്നൊരു സുന്ദര ദേശത്ത്. അങ്ങു വടക്ക് യമുനതൻ തീരത്ത്. അന്തിതമെന്നൊരു സുന്ദര ദേശത്ത്. രാമപ്രമുഖനും നല്ല ബഹുദിക്കും. രാമപ്രമുഖനും നല്ല ബഹുദിക്കും. ആറ്റുനൂറ്റാരോമൽ കുഞ്ഞു പിറന്നതാ. രാമപ്രമുഖനും നല്ല ബഹുദിക്കും. ആറ്റുനൂറ്റാരോമൽ കുഞ്ഞു പിറന്നതാ. നാടിനും വീടിനും ഉത്സവമായിരുന്നു. നാടിനും വീടിനും ഉത്സവമായിരുന്നു. ആനന്ദ നൃത്തത്തിനാഘോഷമായിരുന്നു. നാടിനും വീടിനും ഉത്സവമായിരുന്നു. ആനന്ദ നൃത്തത്തിനാഘോഷമായിരുന്നു. മൈഥിലി എന്നു വിളിച്ചവർ പെൺകുടി. മൈഥിലി എന്നു വിളിച്ചവർ പെൺകുടി. മൈഥിലെ കാണുന്ന സുന്ദരി. മൈഥിലി എന്നു വിളിച്ചവർ പെൺകുടി. മയിലിനെ കാണും അഴകൊത്ത സുന്ദരി. മയിലിനെ കാണും അഴകൊത്ത സുന്ദരി. ഇതിനെക്കാളും അഴകൊത്ത സുന്ദരി. ബുദ്ധിയിലും ഗുരുഭക്തിയിലും ഗുണമൊത്തവൾ നാടിന്റെ അഭിമാനമായവൾ. ബുദ്ധിയിലും ഗുരുഭക്തിയിലും ഗുണമൊത്തവൾ നാടിന്റെ അഭിമാനമായവൾ. വിദ്യയിലും കലാസാഹിത്യ ലോകത്തും. വിദ്യയിലും കലാസാഹിത്യ ലോകത്തും. ഒട്ടേറെ സമ്മാനം എത്തിപ്പിടിച്ചവൾ. വിദ്യയിലും കലാസാഹിത്യ ലോകത്തും. ഒട്ടേറെ സമ്മാനം എത്തിപ്പിടിച്ചവൾ. പ്ലസ് ടു
പരീക്ഷയ്ക്കുയർന്ന മാർക്കോടവൾ നഗരത്തിൽ ഡിഗ്രി പഠിക്കുവാൻ പരീക്ഷയ്ക്കുയർന്ന മാർക്കോടവൾ നഗരത്തിൽ ഡിഗ്രി പഠിക്കുവാൻ പേരും പെരുമയും പേറുന്ന ക്യാമ്പസിൽ മാറി നടന്നവൾ വർണ്ണശലഭമായി പേരും പെരുമയും പേറുന്ന ക്യാമ്പസ് മാറി നടന്നവൾ വർണ്ണശലഭമായി ഒന്നാം സെമസ്റ്ററിൽ മാർക്കു കുറഞ്ഞപ്പോൾ ഒന്നാം സെമസ്റ്ററിൽ